നമ്മുടെ ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്ലോട്ടില്ലേ, അവിടെ പിൻ പോലെയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് കുത്തി ഇറക്കി ആ സ്ലോട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് അതിലേക്ക് ആ ഒരു സിം കാർഡ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അത് അധിക കാലം ഇനി ഉണ്ടാവില്ല. അതെ, കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിം കാർഡ് ഉണ്ടല്ലോ, അതായത് ഫിസിക്കൽ സിം കാർഡ് എന്നേക്കുമായിട്ട് ഇല്ലാതാവാൻ പോവുകയാണ്. എന്താണ് ഈ സിം? ഈ സിം വരുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്? ബഡ്ജറ്റ് ഫോണുകളിൽ ഈ പറയുന്ന ഈ സിം വരുമോ? ഇതൊക്കെ ആയിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ലളിതമായി പറഞ്ഞാൽ ഫോണിലേക്ക് ഇട്ടുകൊടുക്കാൻ പുറമേ നിന്നൊരു സിം കാർഡിൻ്റെ ആവശ്യമില്ല. പകരം ഫോൺ നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ മദർ ബോർഡിൽ ഒരു ചെറിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് എംബഡഡ് സിം അല്ലെങ്കിൽ ഇ സിം. നമ്മളൊരു പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ടെലികോം കമ്പനികൾ തരുന്ന ഒരു QR കോഡ് ഫോൺ ക്യാമറ വെച്ച് സ്കാൻ ചെയ്താൽ മാത്രം മതി. സെക്കൻഡുകൾക്കുള്ളിൽ ഫോണിൽ സിഗ്നൽ വരും. പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ സൂചി വെച്ച് കുത്തിയിറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തിനാണ് ആപ്പിളും സാംസങ്ങും അടക്കമുള്ള വൻകിട കമ്പനികൾ ഈ ഫിസിക്കൽ സിം സ്ലോട്ടുകൾ ഫോണുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന്, സുരക്ഷയാണ്. നിങ്ങളുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചാൽ അവർക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് അതിലെ സിം കാർഡ് ഊരി ദൂരെ എറിയുക എന്നതാണ്. എന്നാൽ ഈ സിം ഉള്ള ഫോണിൽ നിന്ന് സിം കാർഡ് ഊരി മാറ്റാൻ കഴിയില്ല. ഫോൺ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ മോഷ്ടാവിനെ നമുക്ക് വേഗത്തിൽ കണ്ടെത്താം. 2, സ്പേസ് ആണ്. ഫോണിനുള്ളിലെ ആ ചെറിയ സിം സ്ലോട്ട് ഒഴിവാക്കിയാൽ കിട്ടുന്ന സ്ഥലം വലിയ ബാറ്ററി വയ്ക്കാനോ മറ്റു ഫീച്ചറുകൾക്കോ കമ്പനികൾക്ക് ഉപയോഗിക്കാം. 3, ട്രാവൽ ഫ്രണ്ട്ലി. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ലോക്കൽ സിം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടതില്ല. ഓൺലൈനായി പുതിയ പ്ലാൻ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. കേൾക്കുമ്പോൾ വലിയ സൗകര്യമായി തോന്നുമെങ്കിലും ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയോ ചാർജിംഗ് പോർട്ടോ പെട്ടെന്ന് കേടായാൽ പഴയ രീതിയിൽ സിം ഊരി മറ്റൊരു ഫോണിലേക്ക് ഇട്ട് ഉപയോഗിക്കാൻ ഇതിൽ പറ്റില്ല. ഈ സിം മറ്റൊരു ഫോണിലേക്ക് മാറ്റണമെങ്കിൽ പ്രൊവൈഡറുടെ സഹായത്തോടെ കുറച്ച് പ്രൊസീജിയറുകൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ടെലികോം കമ്പനികൾക്ക് നമ്മുടെ കണക്ഷനുകളുടെ മേലുള്ള കൺട്രോൾ ഇതിലൂടെ കൂടുതൽ വർദ്ധിക്കും. അതെ, വരും വർഷങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകളിൽ പോലും ഈ പറയുന്ന സിം സ്ലോട്ട് ഒഴിവാക്കപ്പെടുകയും ഈ സിം മാത്രമാവുകയും ചെയ്യും. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ സിം ആണോ അതോ ഈ സിം ആണോ? ഇതിൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റായി രേഖപ്പെടുത്തും.